അറിഞ്ഞു വന്നപ്പോഴും പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിലായി സ്റ്റാഫിൻ്റെ. ഇവിടെ സിസ്റ്റമൊക്കെ ഉണ്ട്, ഫയർ എക്സ്റ്റിങ്വിഷറും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ഏരിയയിൽ സ്റ്റോക്ക് വെച്ചാൽ റിസർവ് സ്റ്റോക്ക് ഇങ്ങനെ എക്സ്ട്രാ സ്റ്റോക്ക് വെക്കുന്ന ഏരിയയിൽ തീ പിടിച്ച് അത് അവിടെ സാധാരണ പെട്ടെന്ന് സ്റ്റാഫ് ആരും പോകാറില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. അവിടെ ഇത് പുകഞ്ഞ് റെഡിയായി. അത് അറിഞ്ഞിങ്ങനെ തപ്പി വന്ന സ്മെല്ല് വന്നിങ്ങനെ തപ്പി വന്നപ്പോഴും അവിടെ പോയിരിക്കും ഡോർ തുറന്നപ്പോൾ ഭയങ്കര പുകയും തീയാണ് വന്നത്. അത് അവിടെ നമുക്ക് ഒരു ഇത് പറ്റി വെച്ചാൽ ആ ആടി ഇത് വന്നപ്പോൾ സ്റ്റാഫും എല്ലാവരും പേടിച്ചു, അന്താളിച്ച് പേടിച്ചു പോയി. അവരങ്ങ് പെട്ടെന്ന് വേഗം എല്ലാ കസ്റ്റമേഴ്സിനും, ഏറ്റവും ഭാഗ്യം എന്ന് പറയാമെന്ന് വെച്ചാൽ എല്ലാ കസ്റ്റമേഴ്സിനെയും എല്ലാ സ്റ്റാഫിനെയും ഇറക്കി അവിടെ സ്റ്റോപ്പിൽ നിന്ന് ഇറക്കി. ആർക്കും ഒന്നും പറ്റിയിട്ടില്ല, ഒരു കുഴപ്പം ഒരു പ്രശ്നം ആർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു ഭാഗ്യം, ദൈവാധീനം എന്ന് പറയാം. ഇല്ല, അവർക്ക് ഇത് എവിടെയാണ് സ്പോട്ട് കിട്ടിയില്ല, സ്മെല്ല് കിട്ടി. അവർ എ സി റൂം ഉണ്ട്, എയർ ഹാൻഡിങ് യൂണിറ്റ്, അവിടെയൊക്കെ തപ്പി നോക്കി, സ്മെല്ല് നോക്കി. പക്ഷേ ഇത് കറക്റ്റ് സ്പോട്ടിലെത്തിയപ്പോഴും അവിടെ കൂടുതലായിക്കഴിഞ്ഞു. നമ്മുടെ കയ്യിലൊതുങ്ങാത്ത രീതിയിലായി സ്റ്റാഫിൻ്റെ. അല്ല, 2023 തീപിടുത്തം ഉണ്ടായപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ് ഏകദേശം ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. 2023 ഉണ്ടായ വേറൊരു വ്യത്യാസമുണ്ട്. അന്ന് രാത്രി ഇത് ചെറുതായിട്ട് തുടങ്ങി രാവിലെയാണ് അത് ഒരു ബേസ്റ്റായിട്ട് പൊട്ടി വന്നത്. രാവിലെയാണ് അറിഞ്ഞത്. ഒരു 5:45-6 മണിക്കാണ് അന്നുണ്ടായത്. ഇത് ആ സ്പോട്ടല്ല, കുറച്ച് ഡിഫറെൻ്റാണ്. ഷോർട്ട് സർക്യൂട്ടാണ്. പുതിയ വയറിംഗ് ഒക്കെയാണ്, അപ്പോൾ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത കുറവായിരിക്കില്ല. എന്താണ്? അല്ല, പുതിയ വയറിംഗ് വെച്ചാൽ ഒരു ഫ്ലോറിലാണ് പുതിയ ഫ്ലോർ. അന്ന് കാര്യമായിട്ട് ഒരു ഫ്ലോറിലാണ് പറ്റിയത്. അല്ല, അതിലും ഉണ്ടായി, അതിന് മുകളിൽ തന്നെ ഉണ്ടായി. തീർച്ചയായിട്ടുണ്ടായിരുന്നു, എല്ലാം ചെയ്തു. ഗോഡൌൺ അല്ല, ഗോഡൌൺ നമ്മുടെ അങ്ങനെ ഇല്ല. ഇവിടെ എല്ലാം സ്റ്റോക്ക് അവിടെ നിന്ന് വരും, ഇവിടെ കയറ്റുക. സ്റ്റോക്ക് കൂട്ടിയിടുന്ന സ്ഥലത്താണ്, സ്റ്റോക്ക് നമ്മുടെ എക്സ്ട്രാ സ്റ്റോക്ക് വെക്കുന്ന സ്ഥലത്താണ്. എക്സ്ട്രാ സ്റ്റോക്ക് വെക്കുന്ന സ്ഥലത്താണ് ഉണ്ടായത്. റംദാനും അതുപോലെ തന്നെ കുറെ സ്റ്റോക്ക് എടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. അല്ല, അങ്ങനെ അത്രയധികം വന്നിട്ടില്ല. അപ്പോൾ വന്നുകൊണ്ട് കുറച്ച് ഉപയോഗിച്ചു. അത് ഇതൊരു വെപ്രാളാണല്ലോ. സ്റ്റാഫ്, ജനറൽ സ്റ്റാഫ്, ഫയർഫോഴ്സ് പാറ്റില്ലല്ലോ, വെപ്രാളുണ്ടാവുമല്ലോ. അവർക്ക് ഒന്നാമത് പലരും തോന്നുന്നത്, എൻ്റെ അഭിപ്രായമാണ്, അന്നത്തെ 23 തീപിടുത്തമുണ്ടല്ലോ, അത് ഗംഭീരമായിട്ട് കണ്ടതാണ്. ആ പേടി അവരിലുണ്ടെന്ന് തോന്നുന്നു. ആ ധൈര്യമായിട്ട് നേരിടാനുള്ള ഒരു ഇത് പറ്റിയില്ല. ഫസ്റ്റിലാണ് നമ്മൾ നോക്കിയത്. സെക്കൻഡിലാണ് പിടിച്ചത്. ഞങ്ങൾ നമ്മുടെ സ്മെല്ല് ഇത് കിട്ടി ഫസ്റ്റിലാണ്, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നോക്കിയത്. അപ്പോൾ ആ ചെറിയ നമുക്ക് അറിഞ്ഞു വരാനുള്ള ഒരു താമസം, ചെറിയ താമസം. ഏകദേശം എത്ര നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവും? അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിത് പറയാം. നിങ്ങൾ കാണുന്നുണ്ട്, മുമ്പിലുണ്ട് ഷോപ്പ്. ഏതായാലും അന്നത്തെ കാലത്ത് നല്ല നഷ്ടമുണ്ട്. 3 ഇരട്ടി കുറഞ്ഞ പക്ഷമുണ്ട്. അന്ന് ഒരു ഫ്ലോറിലാണ് പറ്റിയത്. ഇത് വേറെ കാര്യം, തുണിയാണ്. തുണിക്കടയ്ക്കുള്ള ഒരു പ്രോബ്ലം, ഈ ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞാൽ വെള്ളം അടിച്ചാലും പിന്നെ പുക എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതും പിന്നെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. മൊത്തം സ്റ്റോക്ക് മാറ്റണല്ലേ? ഓൾമോസ്റ്റ് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം നമ്മൾക്ക് ഈ പഴയ തരത്തിലേക്ക് എത്ര കുറച്ച് സമയം എടുക്കുമോ? ജീവനക്കാരൊക്കെ നമുക്ക് എല്ലാം ബാക്കി ഷോപ്സ് ഉണ്ട്, എല്ലാം കസ്റ്റമേഴ്സ് നമ്മുടെ സ്ട്രോങ് ബേസ് ഉണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ സപ്പോർട്ടേഴ്സാണ്. എല്ലാവരും നമ്മുടെ മീഡിയ, എല്ലാവരും നമ്മുടെ ഇതുണ്ട്, എല്ലാവരുടെയും അനുഗ്രഹമുണ്ട്, സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നമില്ല. നമ്മളിക്കൂടി തീർച്ചയായിട്ടും വ്യാപാര കേന്ദ്രങ്ങളിൽ ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇവിടെ തന്നെ ജലശ്രീ 2ാം തവണയാണ്. അതെ, അത് തീർച്ചയായിട്ടും അത് എനിക്ക് പറയാനുള്ളതല്ല. അത് നമ്മൾ ശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ വല്ല വാസ്തുവോ എന്തെങ്കിലും നോക്കേണ്ടി വരും. അങ്ങനെ നോക്കേണ്ടി വരും. ഞാനിത് സംസാരിച്ചു. ആക്ച്വലി നമുക്ക് തന്നെ 2ാമത്തെ പ്രാവശ്യം ഉണ്ടാകുന്നു. ഇത് ഇപ്പോൾ അവിടെ ഷനായി അവിടെ ഉണ്ടായി, ടെക്സ്റ്റൈൽ ഏതാണ് മറ്റേ അവിടെ ഉണ്ടായി, എത്ര ഷോപ്പ് പാളയത്ത് ഉണ്ടായി, കുറേ ഷോപ്സിൽ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട്
കെട്ടിടത്തിന് മതിയായ സുരക്ഷ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെ കഴിഞ്ഞ തവണ ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരിശോധന നടത്തിയിരുന്നോ? നമ്മൾ നോക്കിയിരുന്നു കുറെ അതിനുള്ള വർക്കും ചെയ്തു. കുറെ അവർ പറഞ്ഞ ഫയർ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ മാതിരി കുറെ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ തീക്ക് ഒരു പ്രശ്നം വെച്ചാൽ ഒരു ലെവല് കഴിഞ്ഞാൽ കയ്യിലൊതുങ്ങില്ല. പിന്നെ ഫയർഫോഴ്സ് നിങ്ങൾ കണ്ടാണല്ലോ, ഫയർഫോഴ്സ് വന്ന് അവർ കയറാൻ എത്ര പേര് എടുത്തു ഉള്ളിൽ. അവർ ഇത്ര എക്സ്പേർട്ട് ആൾക്കാരും എല്ലാമായിട്ട് അവർക്ക് പോലും കയറാനും പമ്പ് ചെയ്തിട്ടും തീ അണയുന്നില്ല. ഒരു തുടക്കത്തിൽ അണച്ചാൽ അണഞ്ഞു. 23 ഷോർട്ട് സർക്യൂട്ട് പറഞ്ഞിരുന്നത്. അതിനുശേഷം ഈ വയറിംഗിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? വയറിംഗ് വരുത്തിയിട്ടുണ്ട്. എല്ലാം മറ്റേ ELCB എല്ലാം വെച്ചിട്ടുണ്ട്. വയറിംഗ് എല്ലാം മാറ്റി. സിസ്റ്റം എല്ലാം പുതിയതാണ്. ഇതൊരു പ്രയാസം ഫയർഫോഴ്സുകാർ പറഞ്ഞു. സൈഡിൽ നമ്മൾ മൊത്തം അറച്ചത് കൊണ്ട് ഗ്ലാസ് പൊട്ടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഗ്ലാസ് പൊട്ടിക്കാൻ അത് ആക്ച്വലി ഞാൻ എറണാകുളത്താണ് വന്നത്. ഞാൻ അവിടുത്തെ അപ്പം തന്നെ വിളിച്ച് ഗ്ലാസ് മാക്സിമം ഓപ്പൺ ചെയ്യുക, JCB വിളിച്ച് പൊട്ടിക്കുക. അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. കുറേ കാര്യങ്ങൾ ഫയർ എക്സിറ്റൊക്കെ ഉണ്ട്. ഫയർ എക്സിറ്റ് 4 ഫയർ എക്സിറ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും അന്വേഷണം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? എന്താണ് നോക്കണം, അത് പഠിക്കാറുണ്ട്. അന്വേഷണം പഠിക്കാറുണ്ട്. എങ്ങനെ പറ്റിയെന്ന് നോക്കാണ്ട്. നമുക്ക് അങ്ങനെ വേറെ ഒന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും വേറെ ഒന്നും ഉദ്ദേശിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആവാം എന്നാണ് എൻ്റെ കൂടുതൽ പരമായ സംശയം. പക്ഷേ അത് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ് മിഷണറിയാണ് തീരുമാനിക്കുന്നത്. ഫയർ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും അവരൊക്കെ തീരുമാനിക്കേണ്ടത്. അവരന്വേഷിക്കണം. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.